ഇതേപോലെ ഒരു മലായി ചിക്കൻ ബർഗർ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ടേസ്റ്റില് അങ്ങോട്ട് ഉണ്ടാക്കി നോക്കിയാലെന്ന് കൊതിയൂറണ്ട നാടൻ ടേസ്റ്റിലും ഒരു ബർഗർ അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കല്ലെന്ന്. അപ്പൊ ഇനി നിങ്ങൾക്ക് ബർഗർ വേണ്ട, ചിക്കൻ മാത്രം വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പൊ 2 റെസിപ്പി ഉണ്ട് ഇതില്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫുൾ വീഡിയോ ഇപ്പൊ നോക്കാം. നമുക്കൊരു മലായി ചിക്കൻ ബർഗറും അത് വെച്ചിട്ട് നോക്കിയാലോ. അത് ചിക്കൻ ബോൺലെസ് ആണ് കേട്ടോ. തായിയാണ് ഏറ്റവും നല്ലത്. മിക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ മിക്സാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി ലെമൺ ജ്യൂസ് കൊണ്ട് പിഴിഞ്ഞൊഴിക്കുക. അതിലേക്ക് ഈ ഫെനൽ സീഡിൻ്റെ പൗഡർ, അതുകൂടാ ബ്ലാക്ക് സോൾട്ടിലേക്ക് സാധാരണ സോൾട്ട്, ബ്ലാക്ക് സോൾട്ട് ആകുമ്പോൾ കുറച്ചുകൂടി ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ നല്ല ഇടിച്ച കുരുമുളക്, പിന്നെ ഇച്ചിരി നമ്മുടെ സാധാരണ ഉപ്പ്. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അതങ്ങോട്ട് സൈഡിലോട്ട് വെച്ചേക്കാം. ഒരു 30 മിനിറ്റ് അവിടെ ഇരിക്കട്ടേന്ന്. കൂടുതൽ നേരം ഇരിക്കുന്നാലും ഒരു കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് വരുള്ളൂ. ഇത് കഴിഞ്ഞാൽ നമുക്കൊരു വേറൊരു ക്രീമി മാരിനേഷൻ, ഇതിൻ്റെ മലായി മാരിനേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇച്ചിരി കൊത്തമല്ലി, പിന്നെ ഇച്ചിരി മിൻറ്റ് ലീവ്സ്, നമ്മുടെ പുതിയനില, പിന്നെ തൈര്, യോഗട്ട്, നല്ല തിക്കായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഹാങ് ചെയ്ത് തിക്കാക്കാം. പിന്നെ കുറച്ച് ക്രീം ചീസ്, പിന്നെ മിളക്, പിന്നെ ഇച്ചിരി ക്രീം, അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടാണ്ട് സ്മൂത്ത് ആയിക്കോട്ടെ. ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റ്. അത് കഴിഞ്ഞാൽ ആ ചിക്കനിലേക്ക് ആ ഉണ്ടാക്കിയ ആ മാരിനേഷൻ അതും ചേർക്കാം. അതും ചേർത്ത് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മേത്തി ലീഫ്, നമ്മുടെ ഡ്രൈ മേത്തി ലീഫ്, അതും ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തേക്കാം. അത് മിക്സ് ചെയ്ത് അത് കുറച്ച് നേരം ഇരിക്കണം കേട്ടോ. ഞാൻ പറയുന്നത് ഒരു 1.5-2 മണിക്കൂറാണ്. അത്രയ്ക്ക് നല്ലത് കൂടുതലായിരിക്കും തോറും. പിന്നെ നമ്മുടെ ഓവൻ ചൂടാക്കാം 450 ഡിഗ്രി ടെമ്പറേച്ചറിൽ. അത് ചിക്കൻ ഒരു പാർച്ച്മെന്റ് പേപ്പറിലേക്ക് വെക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കണേ. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ബട്ടർ ക്യൂബ്സ്, അപ്പോൾ നല്ല കളറും ഒന്നുകൂടി നല്ല മോയ്സ്റ്റും കിട്ടും, വയ്ക്കുക. അത് കഴിഞ്ഞാൽ ഒരു 12 മിനിറ്റ് ബേക്ക് ചെയ്തേക്കാം. അത് കഴിഞ്ഞാൽ നമ്മുടെ ഓവൻ ബ്രോയിലറിലേക്ക് മാറ്റിയിട്ട് അതൊരു 3 മിനിറ്റോടും വെച്ചേക്കാം. ഇനി നിങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം ഗ്രില്ല് ചെയ്യാം കേട്ടോ. ഇതേ ടേസ്റ്റ് തന്നെ കിട്ടും നോക്കി. അപ്പോൾ ഇതൊരു അപ്പറ്റൈസറാണ്. ഇനി നമ്മൾ ഈ അപ്പറ്റൈസർ വെച്ചിട്ടാണ് നമ്മൾ ബർഗർ ഉണ്ടാക്കണം. നമുക്ക് ബർഗർ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ അതിനൊരു സലാഡ് ഞാൻ കൊടുക്കണം. കാരണം ഒരു ഫ്രഷ് ക്രിസ്പ് ടേസ്റ്റാണ് എപ്പോഴും നല്ലത് സലാഡിൻ്റെ കൂടെ. സബോള സ്ലൈസ് ചെയ്തത്, കുറച്ച് കുക്കുംബർ, 1/2 മൂൺ സ്ലൈസ്, പിന്നെ ഇച്ചിരി ക്യാരറ്റ്, പിന്നെ ഇച്ചിരി മിളകും ജൂലിയനായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഇച്ചിരി വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്, ഉപ്പ്, പിന്നെ കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട്. ഞാനവിടെ ഉപയോഗിക്കുന്നത് ബിൽക്ക് ബണ്ണാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പം അത് 2ആയിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി നമ്മുടെ ഗീ, നാരനെയ്യ് അങ്ങോട്ട് തേക്കുക. നമ്മുടെ ടേസ്റ്റ് അല്ലേ എപ്പോഴും നല്ലതല്ല, ബട്ടറെല്ലാം മതി കേട്ടോ. പിന്നെ ഗ്രില്ല് ചെയ്ത് ഇതേപോലെ ക്രിസ്പായിട്ട് അങ്ങോട്ട് എടുക്കുക. അപ്പം പുറത്ത് ക്രിസ്പും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസ് അങ്ങോട്ട് തേച്ച് കൊടുക്കാതെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചേക്കണം. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബേക്ക് ചെയ്ത ചിക്കൻ, ബേക്ക് ചെയ്തതോ അല്ലെങ്കിൽ നിങ്ങൾ പാൻ ഫ്രൈ ചെയ്തതോ ചിക്കൻ, നോക്കിയാൽ കളറൊക്കെ നോക്കി, ആ ചിക്കൻ ഉണ്ടാവും. നമ്മുടെ സലാഡ് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഫ്രഷ് ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ മുകളിലേക്ക് ആ സലാഡ് അങ്ങോട്ട് വെച്ച് കൊടുക്കതേ. എങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു
സൂപ്പറല്ലേ? അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി മല്ലിയുടെ ഇല അങ്ങോട്ട് വെച്ചു കൊടുത്തേക്കണം. ഇതൊക്കെ ഒരു ഫ്ലേവർ പ്രൊഫൈലാണ്. അതിൻ്റെ മുകളിലേക്ക് ഈ ബണ്ണും വയ്ക്കുക, അടയ്ക്കുക. അപ്പം നമ്മുടെ ബിഗ് മലായ്, ബിഗ് ബാക്ക് പറയുന്ന പോലെ ബിഗ് മലായ് ബർഗറാണ്. അപ്പം ഇത് റെഡിയായാണ്. ഇനി അങ്ങോട്ട് കഴിച്ചോ, ഒന്നും നോക്കണ്ട, എല്ലാം റെഡിയാണ്. ബർഗർ ടേസ്റ്റി അല്ലേ? മലായി ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആണ്, അതുകൊണ്ട് മെൽറ്റ് ചെയ്യാണ്. പിന്നെ ചീസിന്റെ ഫ്ലേവറും ഒന്നും പറയണ്ട. അതിൻ്റെ കൂടെ നമ്മുടെ ഫ്രഷ് വെജിറ്റബിളിന്റെ ക്രിസ്പും കിട്ടും അതിൻ്റെ ഒരുപാട് തിന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ തിന്നണ്ടേ? അറിയാലോ, ആസ്വദിച്ചിരുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തേക്കണേ. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കമന്റ് ചെയ്തേക്കണേ. പുതിയ വീഡിയോ ആയിട്ട് ഓട്ടന്നെ വരുന്നതാണ്. ബൈ.